ബോഡി ഷെയ്മിംഗ് അടക്കമുള്ള അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്ക് മറുപടി നൽകി നടി സ്നേഹ ശ്രീകുമാർ. പിണ്ടോദരി മോളെയെന്നും വീർത്ത കവിളും ഉരുണ്ടു പരന്നിരിക്കുന്ന ഒരുത്തിയുമെന്നടക്കമുള്ള അധിക്ഷേപ പരാമർശങ്ങളാണ് സത്യഭാമ നടത്തിയത്. RLV രാമകൃഷ്ണനെ ജാതി അധിക്ഷേപം നടത്തിയതിനെതിരെ നേരത്തെ സ്നേഹ പ്രതികരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സ്നേഹയെയും അധിക്ഷേപിച്ച് സത്യഭാമ വീഡിയോയുമായി രംഗത്തെത്തിയത്. അതിനു പിന്നാലെ നല്ല കുടുംബത്തിൽ നല്ലൊരു പിതാവിനുണ്ടായ ഒരാളും എന്നെ മോശം പറയില്ല. ഓവർ സ്മാർട്ട് കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കണം. എന്നെ പറഞ്ഞതിനുള്ള മറുപടി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നും സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചു. സ്നേഹ ശ്രീകുമാറിന്റെ പ്രതികരണം ഇങ്ങനെ: ഇവർക്കൊരു മറുപടി കൊടുക്കേണ്ട എന്നാണ് ആദ്യം തോന്നിയത്. ഇവരിത് ചെയ്യുന്നത് ഒരു വട്ടമോ രണ്ടു വട്ടമോ അല്ല. ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യർക്ക് ഒരു നിലവാരം വിട്ട് താഴേക്ക് സംസാരിക്കാൻ പറ്റില്ല. ആ രീതിയിൽ മറുപടി കൊടുക്കാൻ താല്പര്യമില്ലെന്ന് കരുതി വിട്ടതാണ്. തന്നെ ആളുകൾ അറിയുന്നത് മണ്ടോദരി എന്ന പേരിലാണ്. അതിൽ അഭിമാനമുണ്ട്. മറിമായം എന്ന ഷോ 15 വർഷമായി വിജയകരമായി കൊണ്ടുപോകുന്നു. അതിനോട് ആളുകൾക്ക് ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് ഈ 2 ദിവസം കൊണ്ട് അറിഞ്ഞു. ലോകത്തുള്ള സകല മലയാളികളും തനിക്ക് വേണ്ടി സംസാരിച്ചു. കലാമണ്ഡലം സത്യഭാമയെ നേരത്തെ പരിചയമില്ല. RLV രാമകൃഷ്ണനെതിരെ ഒരു പരാമർശം നടത്തിയപ്പോഴാണ് ഇവരെ അറിയുന്നത്. താൻ മാത്രമല്ല, കേരള സമൂഹവും നിയമ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് അവർ പറഞ്ഞതൊന്നും സത്യമല്ല. താൻ കലാമണ്ഡലത്തിൽ അഡ്മിഷനു വേണ്ടി ഒരിക്കലും പോയിട്ടില്ല. ഓട്ടംതുള്ളലും കഥകളിയും ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി പഠിച്ചതാണ്. ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പോട് കൂടിയാണ് പഠിച്ചത്. പ്രൊഫഷണലായി കലാമണ്ഡലത്തിലടക്കം തുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അക്കാഡമിക്കലി പഠിച്ചത് അഭിനയം തന്നെയാണ്. MA MPhil തിയേറ്റർ ആർട്സ് ആണ് പഠിച്ചത്. പഠിച്ച വിഷയത്തിൽ തന്നെയാണ് ഉപജീവന മാർഗം കണ്ടെത്തിയത്. താൻ പഠിച്ചത് കണക്കാണ്, അതുകൊണ്ട് അഭിനയിച്ചുകൂടാ എന്നൊന്നും പറയാനൊക്കില്ല. ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് അക്കാഡമിക്കലി പഠിച്ചിട്ടില്ല. വിജയകരമായിട്ടാണ് അത് ചെയ്യുന്നത്. അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. അതാകാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സ്നേഹ ശ്രീകുമാർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.